ബി.ജെ.പിയുടെ ഫയർ ബ്രാൻഡാണ് ശോഭാ സുരേന്ദ്രൻ. അവരെ ഇപ്പോഴും പാർട്ടി വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നൊരു വിഭാഗത്തിൻ്റെ ആക്ഷേപമുണ്ട്. ശരിയാണ്? ശോഭാ സുരേന്ദ്രൻ വളരെ താണ നിലയിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് BJPയിൽ ഉയർന്നു വന്ന ഒരു നേതാവാണ്. ബാലഗോകുലം തൊട്ട് തുടങ്ങി ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന നേതൃത്വത്തിലോ എത്തിയ ഒരു സ്ത്രീയെ അർഹിക്കുന്ന പരിഗണന കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുവാൻ കേരളത്തിലെ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. കേരളത്തിലെ ജനസംഖ്യയിലെ 50% സ്ത്രീകളാണ്. സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അത് പാർട്ടിക്ക് അതീതമാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ അംഗീകാരം കിട്ടിയ ഒരു വനിത കോൺഗ്രസ്സിലോ അതല്ലെങ്കിൽ CPM-ലോ പോലും ഇല്ല എന്നുള്ളതാണ് ഒരു പരിധി വരെയുള്ളൊരു യാഥാർത്ഥ്യം. പ്രതികൂലമായ സാഹചര്യങ്ങളോടെ മല്ലടിച്ച് ഉയരങ്ങളിലെത്തിയ സമർത്ഥയായ ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രനെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ചന്ദ്രശേഖരന് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വനിതാ വോട്ടർമാരെ BJPയിലേക്ക് ആകർഷിക്കുന്നതിന് അത് സഹായകമായി മാറും